ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് തിയേറ്റർ. എടാ മോനെ, അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മാജിക് ഫ്രെയിംസ് തിയേറ്ററെ പറ്റിയിട്ട് പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന് എന്താണ് അവരുടെ ഒപ്പീനിയൻ എന്നുള്ളതാണ്. അപ്പോൾ അവർ പുതിയതായിട്ട് പുതിയ മാളുകളിൽ പല ഭാഗങ്ങളിലായിട്ട്, കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് തിയേറ്റർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം മികച്ച പ്രൊജക്ഷനും അതുപോലെ തന്നെ സൗണ്ട് ഫോർമാറ്റും അതുപോലെ തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുമാണ് കൊടുക്കുന്നത്. അതിൽ പ്രേക്ഷകർ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്, അക്കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പിന്നെ അതിനകത്തൊരു കൺസേൺ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ സ്ക്രീനിന്റെ ഒരു സൈസ് തന്നെയാണ്. അപ്പോൾ അതായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇനി അവർ ലീസിന് എടുത്ത് നടത്തുന്ന കുറേ തിയേറ്ററുകളുണ്ട്, ഏറ്റെടുത്ത് നടത്തുന്ന കുറേ തിയേറ്ററുകളൊക്കെ ഉണ്ട്. അപ്പം അതിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അത്ര നല്ല അഭിപ്രായമല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് തിയേറ്റർ എങ്ങനെയായിരുന്നു അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും തുടർന്ന് പോകുന്നു എന്നുള്ളതാണ്. വലിയ മാറ്റങ്ങളൊന്നും തിയേറ്ററുകൾ വരുന്നില്ല എന്നുള്ളത് പ്രേക്ഷകരെ സംബന്ധിച്ച് വളരെ വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മുടെ കോഴിക്കോട് അപ്സര തിയേറ്റർ അവർക്ക് മുമ്പിൽ ഒരു വലിയ സാധ്യതയായിട്ട് നിൽക്കുന്നത്. കോഴിക്കോട് അപ്സര തിയേറ്റർ മാജിക് ഫ്രെയിംസ് ആണ് ഏറ്റെടുത്തെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ആ ഒരു തിയേറ്ററിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി അങ്ങോട്ടുള്ള മാജിക് ഫ്രെയിംസിന്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സര തിയേറ്ററിനെ സംബന്ധിച്ച് കോഴിക്കോട് ജില്ലയിലെ തന്നെ വളരെ വളരെ പ്രമുഖ തിയേറ്ററാണ്. അപ്പോൾ വെറുതെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പഴയ ആ ഒരു പേര് തന്നെ ആയിരിക്കും പിന്നീട് അങ്ങോട്ട് പോകുന്നത്. ഇത് പുതിയ തിയേറ്ററുകളുടെ ഉള്ള ഫീഡ്ബാക്ക് അല്ല കേട്ടോ, പഴയ തിയേറ്ററിൽ ഏറ്റെടുത്ത് നടത്തുന്ന ആ ഒരു കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവിടെയാണ് മാജിക് ഫ്രെയിംസ് ഇങ്ങനെ ഒരു തുറുപ്പിയിട്ട് അങ്ങോട്ട് ഇട്ടത് കേട്ടോ. എൻ്റെ ലിസ്റ്റിൻ സ്റ്റീഫ അവിടെ ഒരു ബ്രില്യൻ ഗെയിമാണ് പുള്ളി കളിച്ചിരിക്കുന്നത്. അപ്പം പ്രേക്ഷകരുടെ ആ ഒരു അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കോഴിക്കോട് അപ്സര തിയേറ്ററിൽ 4K ലേസർ പ്രൊജക്ഷനാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്സര തിയേറ്റർ ആയതുകൊണ്ട് തന്നെ വളരെ വലിയൊരു സ്ക്രീൻ സൈസ് ആണ്. ഇപ്പോൾ ഞാൻ മറ്റ് തിയേറ്ററുകളുടെ കാര്യം പറഞ്ഞല്ലോ, അതായത് പുതുതായിട്ട് തുറക്കുന്ന തിയേറ്ററുകൾ പറയുവാണെങ്കിൽ നമ്മുടെ പാലക്കൽ കുന്നമംഗലം പാലക്കൽ മാൾ മാജിക് ഫ്രെയിംസ് തിയേറ്റർ, പിന്നെ ഇപ്പോൾ പട്ടാമ്പിയിൽ തുറന്ന ആ ഒരു തിയേറ്റർ. അപ്പോൾ അവിടുത്തെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെ 4K ലേസർ പ്രൊജക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ സ്ക്രീൻ സൈസ് ഞാൻ പറഞ്ഞല്ലോ ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസ് ആണ് വരുന്നത്. പക്ഷേ ഈ പ്രൊജക്ടറിന്റെ ഒരു കേപ്പബിലിറ്റി നോക്കുവാണെങ്കിൽ നമ്മൾ പ്രൊജക്ടറിന്റെ ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ മുമ്പത്തെ വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു കേപ്പബിലിറ്റി ഒക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വലിയ സ്ക്രീൻ സൈസിലേക്ക് പ്രൊജക്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്രൊജക്ടേഴ്സ് ആണ് ഈ ഒരു 4K ലേസർ പ്രൊജക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത്രയും സ്ക്രീൻ സൈസ് അവർക്ക് കൂട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അപ്സര തിയേറ്ററിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അത്രയും വലിയൊരു സ്ക്രീൻ സൈസ് ഉള്ള ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഈ ഒരു 4K ലേസർ കൊണ്ടുവന്ന സ്ഥിതിക്ക് എന്തായാലും ലിസ്റ്റിൻ സ്റ്റീഫൻ കോഴിക്കോട് തൂക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. ഇതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനിയും കുറേ അധികം അപ്ഡേറ്റുകൾ മാജിക് ഫ്രെയിംസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് കേട്ടോ. അത് പൂർണ്ണമായിട്ടും സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാണ്. ഇതിനകത്ത് ഇനി എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭാവിയിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി കോഴിക്കോട് അപ്സര കൂടാതെ എന്താണ് മാജിക് ഫ്രെയിംസിന്റെ ഭാഗത്ത് നിന്ന് വന്ന അപ്ഡേറ്റുകൾ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴിക്കോട് തന്നെയുള്ള രാധാ തിയേറ്റർ അറിയാലോ, അത്യാവശ്യം നല്ല ക്രൗഡ് പൂളിംഗ് ഉള്ള ഒരു തിയേറ്ററാണ്. അറിയാലോ, നല്ല റഷ് വരുന്നൊരു തിയേറ്ററാണ്. ഒരുപാട് ആൾക്കാർ പോയി സിനിമ കാണുന്ന ഒരു വലിയ 800 മുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു വലിയ തിയേറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു തിയേറ്ററിലും 4K ലേസർ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് കേട്ടോ. അപ്പോൾ ഒരു ജില്ലയിൽ തന്നെ 2 4K ലേസർ അടുത്തടുത്തായിട്ട് തന്നെ വരുന്നു എന്നുള്ളതാണ് നമ്മുടെ മാജിക് ഫ്രെയിംസ് പുതിയതായിട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഹാപ്പി ആണല്ലോ അല്ലേ. അപ്പം ഇനി മിക്കവാറും അവർ ഈ ഒരു ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് തന്നെ മറ്റ് തിയേറ്ററുകളിലും ഈ പഴയ തിയേറ്ററുകൾ അവർ ഏറ്റെടുത്തല്ലോ, മിക്കവാറും അങ്ങോട്ടേക്കൊക്കെ പുതിയ സ്പെക്കുകളൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ലിസ്റ്റിനല്ലേ ചെയ്യുമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ തലയോലപ്പറമ്പ് നൈസ് തിയേറ്റർ ഉണ്ടല്ലോ, ആ ഒരു തിയേറ്ററും നമ്മുടെ മാജിക് ഫ്രെയിംസ് ഏറ്റെടുക്കുന്നു എന്നൊരു കാര്യം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതും ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവിടെ മികച്ച സ്പെക്കിലേക്കൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. ഈ തിയേറ്ററിനെ പറ്റിയിട്ട്, ഈ ഒരു നൈസ് തിയേറ്ററിനെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് കമന്റ് വഴി ചോദിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം ഇനി നമുക്ക് നോക്കാം എന്താണ് ഇനി മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഉള്ള തിയേറ്ററിന്റെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഈ പ്രധാനമായിട്ട് ഈ 3 അപ്ഡേറ്റുകളാണ് മാജിക് ഫ്രെയിംസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ അപ്ഡേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എടാ മോനെ,